നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിനും നിറവാൻ ദൈവവചനം സംസാരിക്കുവാൻ ഇടയാക്കണമേ. വായി തുറക്കുമ്പോൾ ആത്മാവ് തന്നെ വാക്കുകളെ തന്ന് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക്, ആഴമായ ആശയങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കളുടെ ഹൃദയത്തിലെ വാക്കുകൾ പതിയാനും ദൈവവചനങ്ങളാൽ നിറയാനും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള ജീവിതം നയിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ സഹായിക്കുമാറാകണമേ. അതിന് ഉതകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് എഫേസോസിൻ്റെ 5-ാം അധ്യായം 10 ഉള്ള വാക്യം മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. സോറി, 10ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവീൻ. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ച് അറിയുവീൻ. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇത് കർത്താവിന് പ്രസാദകരമാണോ എന്ന് നമ്മൾ വിവേചിച്ചറിയണം, ചിന്തിച്ച് കണ്ടുപിടിക്കണം. കർത്താവിന് ഹിതകരമല്ലാത്ത ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യണ്ട. ദൈവപ്രസാദത്തെക്കുറിച്ച് ബൈബിളിൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ കായേൽ, ഹബേൽ ഇവർ രണ്ടുപേരും കർത്താവിന് കാഴ്ചയർപ്പിക്കുകയാണ്. കൃഷിക്കാരനായ കായേൽ തൻ്റെ വിളവിൽ നിന്ന് കാഴ്ച സമർപ്പിക്കുന്നു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അതാണ് കാഴ്ചയർപ്പിച്ചത്. ആബേലിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലുമാണ് കർത്താവ് പ്രസാദിച്ചത്. കർത്താവ് എങ്ങനെയാണ്, ഏതിലാണ്, ആരിലാണ്, എങ്ങനെയുള്ളവരിലാണ് പ്രസാദിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം. ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ഒരു പ്രസാദത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. നോഹയെക്കുറിച്ചാണ്. നോഹ നീതിമാനായിരുന്നു, ആ തലമുറയിലെ കറയറ്റ മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു. എന്നാൽ ഭൂമി ആകെ ദുഷിച്ചതായി തീർന്നു. ഉൽപ്പത്തി 6-ന്റെ 8-ാം വാക്യം പറയുന്നു, നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി. എന്താണ് കാരണം? ലോകം മുഴുവനും ദുഷിച്ചിട്ടും ആ തലമുറയിലെ കറയറ്റ മനുഷ്യനായിരുന്നു നോഹ. ഒരാൾക്ക് മാത്രം അങ്ങനെ ആയിത്തീരാൻ സാധിക്കുമോ? കർത്താവ് ആശ്രയിക്കൂ. നമുക്ക് നീതിമാന്മാരായിട്ട് തന്നെ ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കും. എല്ലാവരും അങ്ങ് തെറ്റിപ്പോയാലും നമുക്ക് കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാൽ, ശക്തിയാൽ നീതിമാന്മാരായിട്ട് തന്നെ ഇവിടെ ആയിരിക്കുവാനായിട്ട് സാധിക്കും. ജോസഫിൻ്റെ കാലഘട്ടമാകുമ്പോൾ നമ്മൾ വീണ്ടും ബൈബിളിൽ വായിക്കുന്നു, ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. ഉൽപ്പത്തി 39-ന്റെ 21-ാം വാക്യം, അവിടുന്ന് അവനോട്, ജോസഫിനോട് കാരുണ്യം കാണിച്ചു, അവന് കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതി ലഭിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു. ജോസഫിനോട് പ്രത്യേക
കാരുണ്യമാണ് കാണിച്ചത്. കഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പാപത്തിൽ വീണ് പോകാതെ രക്ഷപ്പെട്ട കാര്യമൊക്കെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. പക്ഷേ കാരാഗ്രഹത്തിൻ്റെ ആ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതി നേടുവാൻ കർത്താവ് ഇടയാക്കി. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും നമ്മളെ ഓരോ സ്ഥാനത്താക്കുന്നതും മേലധികാരികളുടെ പ്രീതിയാണേലും അല്ലെങ്കിൽ കൂട്ടുകാരുടെ പ്രീതിയാണേലും നമുക്ക് ലഭിക്കാനും ഇടയാക്കുന്നത് കർത്താവ് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈജിപ്തിലെ അടിമകളായി തീർന്ന ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സ്വന്തം ജനമാണല്ലോ. അവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ദൈവം അവരെ കടാക്ഷിച്ചു. ദൈവം എല്ലാം കാണുന്നു, അതല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ മേൽ പ്രത്യേക കാരുണ്യം, അവരുടെ മേൽ ദയാപൂർവമായ ഒരു കടാക്ഷം ദൈവത്തിന് ഉണ്ടാകുന്നു. പുറപ്പാടിൻ്റെ 2:25 നമ്മൾ വായിക്കുന്നു, അവിടുന്ന് അവരെ കടാക്ഷിച്ചു, അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു. ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടതകൾ കർത്താവ് ഗ്രഹിച്ചു. ഇസ്രായേൽ ജനത്തിൻ്റെ അല്ല, കർത്താവിന് മക്കളായി തീർന്ന നാം ഓരോരുത്തരെയും കർത്താവ് പ്രത്യേകം കാണുന്നു, അവൻ കടാക്ഷിക്കുന്നു. നമ്മുടെ ദയനീയ അവസ്ഥ എന്തെന്ന് കർത്താവ് ഗ്രഹിക്കുന്നു. കർത്താവ് കാണാതൊന്നും പോകുന്നില്ല. എനിക്ക് ഇതെന്തുകൊണ്ട് സംഭവിച്ചു, എനിക്ക് ഈ വലിയ ദുഃഖം എന്തുകൊണ്ട് സംഭവിക്കുന്നു, ആരും വിഷമിക്കണ്ട, കർത്താവ് കാണുന്നു. ഉത്തരം അവൻ്റെ പക്കലുണ്ട്, അവനങ്ങനെ നടത്തി പരിപാലിക്കും എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. മോശ കർത്താവിനോടൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്, അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ. മോശ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ. നമുക്കും അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ദയനീയാവസ്ഥകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, കർത്താവേ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ. കർത്താവ് വഴിയിൽ കൂടെ, ശരിയായ വഴിയിൽ കൂടെ നമ്മളെ നടത്തും. മോശ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. പുറപ്പാട് 33:13, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക, അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവിന് എന്നോട് പ്രീതിയുണ്ടെങ്കിൽ അങ്ങയുടെ വഴികൾ എന്നെ കാണിച്ചു തരിക, ഞാൻ അങ്ങനെ തന്നെ പൊക്കോളാം, എനിക്ക് ആ വഴിയൊന്ന് കാണിച്ചു തരണമേ. സുഭാഷിതങ്ങൾ 12:2 ഇങ്ങനെ പറയുന്നു, ഉത്തമനായ മനുഷ്യന് കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു, തിന്മ നിരൂപിക്കുന്നവനെ അവിടുന്ന് ശിക്ഷയ്ക്ക് വിധിക്കുന്നു. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നല്ലോ. എങ്ങനെയാണ് കൃപ കണ്ടെത്തിയത്, എവിടെയാണ് കൃപ കണ്ടെത്തിയത്? പരിശുദ്ധ മറിയം ദൈവസന്നിധിയിലാണ് കൃപ കണ്ടെത്തിയത്. ലൂക്കാസ് 1:30 പറയുന്നു, ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കൃപ കണ്ടെത്തിയിരിക്കുന്നു എങ്കിൽ നാം ഒരു കാര്യത്തെക്കുറിച്ചും ഭയപ്പെടേണ്ട, ഒരു പ്രശ്നത്തെക്കുറിച്ചും ഭാരപ്പെടേണ്ട. കർത്താവിൻ്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തിയാൽ പിന്നെ ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ ഈ പ്രസാദം, ദൈവപ്രസാദം വിശുദ്ധർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. യെശയ്യാ 65:19 ഇങ്ങനെ നാം കാണുന്നു, ജെറുസലേമിനെക്കുറിച്ച് ഞാൻ ആനന്ദിക്കും, എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും, വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല. വാഗ്ദാനമാണ്, സന്തോഷത്തിൻ്റെ അനുഭവം. വിലാപത്തിൻ്റെ സ്വരം ഇനി കേൾക്കുകയില്ല. ജെറമിയ 32:41 പറയുന്നു,
അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവരെ ഈ ദേശത്ത് നട്ടുവളർത്തും. വാഗ്ദാനങ്ങളാണ്. ഹോശേയ പ്രവാചകൻ എഴുതിയിരിക്കുന്നു, 1-ാം അധ്യായം 10-ാം വാക്യം, ഇസ്രായേൽ ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അപരിമേയവും സംഖ്യാതീതവും ആകും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് പറഞ്ഞതിന് പകരം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രർ എന്ന് അവരെപ്പറ്റി പറയപ്പെടും. ഈ അനുഗ്രഹങ്ങൾ വരുമ്പോൾ ഇതെന്താണ് പ്രത്യേകത? അവർ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രരല്ലേ എന്ന് അവരെക്കുറിച്ച് പറയും. ദൈവപ്രസാദം നമുക്ക് ലഭിച്ചു. അതെങ്ങനെ? അതിൻ്റെ ലക്ഷണം എന്താണ്? 1, ജീവിത ഭദ്രത വരുത്തുന്നു. സുഭാഷിതങ്ങൾ 16:7 പറയുന്നു, ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ചിലപ്പോൾ നമുക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ ശത്രു എന്നെ ശല്യപ്പെടുത്തുമല്ലോ, എൻ്റെ ഈ പ്രയത്നം പരാജയപ്പെടാൻ അതിടയാക്കുമല്ലോ എന്ന് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ വഴി കർത്താവിന് പ്രീതികരമാണോ എന്നാണ് നോക്കേണ്ടത്. നമ്മുടെ വഴികൾ കർത്താവിന് പ്രീതികരമാണെങ്കിൽ ഈ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയും. ദൈവം അങ്ങനെ അങ്ങാക്കി തീർക്കും. ക്രിസ്തുവിൻ്റെ ഒരു സവിശേഷതയാണ് നമ്മൾ കാണുന്നത്. യോഹന്നാൻ 8:29, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ പ്രസാദം കിട്ടാൻ ദൈവത്തിന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കണം, ദൈവത്തിന് ഇഷ്ടമാണോ ഈ കാര്യം? അത് ചെയ്യണം. ദൈവപ്രസാദം അത് ഒരു യഥാർത്ഥ ശുശ്രൂഷകൻ്റെ ലക്ഷ്യം അതാണ്. ദൈവത്തിൻ്റെ പ്രസാദം എനിക്ക് ലഭിക്കണം. 1 തെസ്സലോനിക്ക 2:4, സുവിശേഷം ഫലമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. നമ്മൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മൾ സുവിശേഷമൊക്കെ പ്രസംഗിക്കുകയാണല്ലോ, ആരെ പ്രീതിപ്പെടുത്താനാണ് നമ്മൾ ഈ പ്രസംഗിക്കുന്നത്? ദൈവത്തെ പ്രീതിപ്പെടുത്താനായിരിക്കണം. ദൈവത്തിൻ്റെ പ്രത്യേകത ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാണ്. ബാഹ്യമായി ഞാൻ അത് ചെയ്യുകയാണ് ഇത് ചെയ്യുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്നവൻ ദൈവമാണ്. ആ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് നമ്മുടെ ശുശ്രൂഷകൾ, സുവിശേഷം നമ്മൾ ഫലമേറ്റ് അത് പ്രസംഗിക്കുന്നതൊക്കെ അതിനു വേണ്ടിയായിരിക്കണം, മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിക്കോണം. സുവിശേഷ പ്രസംഗം നടത്തുന്നവർ, സുവിശേഷ വേല ചെയ്യുന്നവർ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒന്നും പറയണ്ട, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറഞ്ഞാൽ മതി. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറയുമ്പോൾ ചില കാര്യങ്ങൾ മനുഷ്യർക്ക് ഇഷ്ടമല്ലാത്തതായിരിക്കും. ഞാൻ ഈ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ളത് പറഞ്ഞേക്കാം എന്നല്ല ചിന്തിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം എന്താണ് അത് അവർക്ക് വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് കൊടുക്കാൻ വേണ്ടിയത്. അല്ലെ പ്രോസ്പെറസ് ഗോസ്പലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്കത് കിട്ടും, നിങ്ങളുടെ മകൻ അങ്ങ് അമേരിക്കയിൽ പോകും, ലക്ഷക്കണക്കിന് രൂപ ഓരോ മാസവും ഇങ്ങനെ അയച്ചു തരും. അങ്ങനെയുള്ള സാമ്പത്തിക മെച്ചത്തെക്കുറിച്ചല്ല സുവിശേഷം എന്ന് പറയുന്നത്. അത് പറയാനല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം അത് യേശുവിൻ്റെ ക്രൂശമരണവും അവൻ നമുക്ക് വേണ്ടി സമ്പാദിച്ച രക്ഷയെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. 50 നോയമ്പ് ആരംഭിക്കാൻ പോവുകയാണല്ലോ. അവൻ്റെ പീഡാനുഭവവും ഉയർപ്പും ഒക്കെയാണ് നമ്മുടെ ചിന്താവിഷയമായിരിക്കേണ്ടതും. ആ കാര്യങ്ങളാണ് നമ്മൾ പ്രസംഗിക്കേണ്ടതും. അവൻ വഴി നമുക്ക് രക്ഷ ലഭിച്ചു എന്നുള്ള സത്യം വിളംബരം ചെയ്യണം. അല്ല, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ
അവർക്ക് താല്പര്യം വരുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ പ്രീതി നേടി അങ്ങനെ പോകാനാണ് സുവിശേഷ വേല എന്ന് ആരും വിചാരിക്കരുത്. നാലാമത്തെ ഒരു കാര്യം, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് അതൊരു ക്രിസ്ത്യാനിയുടെ കടമയാണ്. 1 തെസ്സലോനിക്ക 4:1, സഹോദരരെ, അവസാനമായി ഞങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു, ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഇനിയും നിങ്ങൾ മുന്നേറുവീൻ. പൗലോസ് തെസ്സലോനിക്കരോട് പറയുകയാണ്, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കുകയാണല്ലോ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്, നിങ്ങളതനുസരിച്ച് ചെയ്യുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. ഇനി അതനുസരിച്ച് അങ്ങ് മുന്നേറുവീൻ. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ലതാണ്, ചെയ്തു, അവിടെ കൊണ്ട് നിർത്തുവല്ല, അത് മുന്നേറ്റം വേണം. ആ തോതിൽ അങ്ങോട്ട് പോയാൽ പോരാ, അത് വർദ്ധിപ്പിച്ച് വരണം, മുന്നേറണം എന്ന്. ഔദാര്യം കാണിക്കണം, ദൈവത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അത് ഒരാവശ്യമാണ്. ഹെബ്രായ ലേഖനം 13:16 പറയുന്നു, നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്ക് ഉള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. 2 കാര്യങ്ങളാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ ഉപേക്ഷ വരുത്തരുത്. മറ്റുള്ളവർക്ക് ചെയ്യുമ്പോഴാണല്ലോ നന്മയാകുന്നത്. നന്മ പ്രവർത്തിക്കണം, അതിന് ഉപേക്ഷയൊന്നും വരുത്തണ്ട. നിങ്ങൾക്കുള്ളവ പങ്കുവെക്കണം, അതിൽ നിങ്ങൾ ഉപേക്ഷ വരുത്തരുത്. നിങ്ങൾക്കുള്ളവ പങ്കുവെക്കണം. എനിക്ക് ദൈവം തന്നതാ, ഞാൻ അനുഭവിക്കട്ടെ, ഞാനും എൻ്റെ പിള്ളേരും അനുഭവിക്കട്ടെ, അങ്ങനെയല്ല കർത്താവ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കുള്ളവ പങ്കുവെക്കണം. ഷെയറിങ് മൈ ആറ്റിറ്റ്യൂഡ്, പങ്കുവെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പഠിപ്പിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. 2 ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും യോഹന്നാൻ സ്നാപകനും പ്രസംഗിച്ചല്ലോ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഉടുപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും കൊടുക്ക്. ഇതാണ് പങ്കുവെക്കുക. നമുക്ക് കിട്ടിയതുപോലെ ദൈവം ദാനമായി തന്നതാണ്, പങ്കുവെക്കാൻ വേണ്ടി തന്നതെന്നാണ്. അത് പങ്കുവെക്കണം. അല്ല, എൻ്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് മിച്ചമുണ്ടെങ്കിൽ മറ്റു സഹോദരന്, അയൽക്കാരന് കൊടുക്കാമെന്നല്ല പറയേണ്ടത്, അത് പങ്കുവെക്കണം. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. ഇവിടെ ബലികളെക്കുറിച്ചാണ് പറയുന്നത്, ഒരു ബലിയല്ല, അത്തരം ബലികൾ പ്രീതികരമാണ് ദൈവത്തിന് പ്രീതികരമായ ബലിയാണ്. ഏതൊക്കെ? നന്മ ചെയ്യുകയും നമുക്കുള്ളത് പങ്കുവെക്കുകയും ചെയ്യുക. ബലികളെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ ആടിനെ കൊണ്ടുവച്ച് അതിനെ ഇങ്ങനെ അതിൻ്റെ ജീവനെടുത്ത് അതിനെ കഷങ്ങളാക്കി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു എന്നുള്ള പഴയ രീതിയിലുള്ള ബലികളെക്കുറിച്ചൊന്നും അല്ല. അതൊക്കെ തീർന്നു പോയി. ആടിനെ ബലി കഴിക്കുന്ന കാര്യമൊക്കെ അങ്ങ് തീർന്നു. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഒരു ബലിയെക്കുറിച്ച് ഇവിടെ പറയുന്ന 2 ബലികളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നന്മ ചെയ്യണം. മറ്റേത്, നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കണം. അത് ബലികളാണ്. അത് ദൈവത്തിന് പ്രീതികരമായ ബലികളാണ്. അത് നമ്മളങ്ങനെ നിവർത്തിക്കണം. മാനുഷികമായ ഒരു പ്രസാദവും നമുക്ക് കിട്ടും. നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തത്തക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മനുഷ്യരിൽ നിന്നും നമുക്ക് ഒരു പ്രീതി ലഭിക്കുമെന്നുള്ളത് ശരിയാണ്. പുറപ്പാട് 11:3 പറയുന്നു, ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ബഹുമാനിക്കുവാൻ കർത്താവ് ഇടയാക്കി. ഫറവോയുടെ സേവകരും ജനങ്ങളും മോശയെ ഈജിപ്തിലെ ഒരു മഹാപുരുഷനായി കരുതി. ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ അടിമകളാക്കി ജോലി എടുപ്പിക്കുക, കഷ്ടപ്പെടുത്തുക. എന്നിട്ടും
ഈ ഇസ്രായേൽക്കാരെ ബഹുമാനിക്കാനുള്ളൊരു മനോഭാവം, ഈജിപ്തിലെ ജനങ്ങളിൽ ദൈവം ഉണ്ടാക്കി കൊടുത്തു. മോശയെക്കുറിച്ച് അവരെന്താ പറയുന്നത്? ഒരു മഹാപുരുഷൻ, അല്ല ഞങ്ങളുടെ അടിമകളെയൊക്കെ പിടിച്ച് സ്വതന്ത്രരാക്കി കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലല്ല മോശയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. മഹാപുരുഷൻ, അങ്ങനെയുള്ളൊരു ബഹുമാനത്തോടു കൂടിയാണ് ഈജിപ്തുകാർ പെരുമാറുന്നത്. ഇതെങ്ങനെ ആക്കി തീർത്തത് ആരാണ്? ദൈവത്തിൻ്റെ പ്രവർത്തനമാതും. 1 ശമൂവേൽ 16:21 നമ്മളിങ്ങനെ വായിക്കുന്നു. ദാവീദ് ആട്ടിടയൻ പയ്യനായിട്ടിരിക്കുകയാണ്. സാവൂളിൻ്റെ അടുത്തെത്തി, രാജാവിൻ്റെ അടുത്തെത്തി, അവിടെ സേവനം ആരംഭിച്ചു. സാവൂളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ദാവീദ് അവൻ്റെ ആയുധവാഹകനായി തീർന്നു. രാജാവിൻ്റെ സന്നിധി ചെല്ലുന്ന ഒരു സാധാരണ ആട്ടിടയൻ ചെറുക്കനല്ലേ. അതിന് അവിടെ ചെല്ലുമ്പോൾ സാവൂളിന് രാജാവിന് ഇഷ്ടപ്പെടണമോ എന്നില്ലല്ലോ. പക്ഷേ നമ്മൾ വായിക്കുന്നു, ദാവീദിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ദൈവം അങ്ങനെ ആക്കി തീർക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൊമോഷനും കിട്ടി. സംഗീതം പാടുന്ന ആളായിട്ട് മാത്രമല്ല, ആയുധവാഹകനായി തീർന്നു. ദൈവത്തിൻ്റെ പ്രസാദം ഉള്ളതുകൊണ്ട് മനുഷ്യൻ്റെ പ്രസാദം കൂടെ ലഭിക്കുന്നു എന്ന്. അതാണ് നമ്മളിപ്പം ചിന്തിക്കുന്നത്. മൂന്നാമതൊരു സംഗതി, എസ്തറിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 15-ാം വാക്യം. മൊർദെഖായിയുടെ പിതൃവ്യനായ അബിഹാലിയേലിൻ്റെ മകളും അവൻ മകളായി തിരഞ്ഞെടുത്തവളുമായ എസ്തേർ രാജസന്നിധിയിൽ ചെല്ലാനുള്ള തവണ വന്നപ്പോൾ രാജസ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിൻ്റെ ഷണ്ഡനുമായ ഹഗായി നിർദ്ദേശിച്ചവയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. എസ്തേർ രാജസന്നിധിയിലോട്ട് പ്രവേശിക്കണം. ഓരോരുത്തർക്ക് ടേൺ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എസ്തേറിൻ്റെ ടൈമായപ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും കൈ കൊണ്ടുപോകേണ്ടി വന്നില്ല. സുഗന്ധദ്രവ്യങ്ങൾ അതുപോലുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ കൊണ്ടുപോകണം എന്നൊക്കെയാണ് അവരുടെ ചട്ടമൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ വലിയ ഭാരമൊന്നും ഉണ്ടാക്കിയില്ല. രാജശ്രീയുടെ ചുമതലക്കാരൻ പറഞ്ഞ ചില സാധനങ്ങൾ മാത്രം, അത്രയും മതി. അതിൽ കൂടുതലൊന്നും കൊണ്ടുപോകാനായിട്ട് ഭാരപ്പെടുത്തിയില്ല. അതും അങ്ങനെ ആക്കി തീർക്കുന്നതാരാ? എല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. നമ്മുടെ ജീവിതത്തിലെ സകല അനുഭവങ്ങളും സകല സംഭവങ്ങളും ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കുന്നില്ല. എല്ലാം ദൈവം അറിഞ്ഞാണ്. ഈ ഇരിക്കുന്ന കുരുവികളിൽ ഒരെണ്ണം താഴോട്ട് വീഴണമെങ്കിൽ ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. യേശു പറഞ്ഞ കാര്യമാണ്. 4-ാമതൊണ്ണം അപ്പോസ്തല പ്രവൃത്തികളിലെ 2-ാം അധ്യായം 47-ാം വാക്യം. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാകുകയും ചെയ്തു. അപ്പോസ്തലന്മാരും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരെല്ലാം അവർ ആ മുറിയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കുന്നു. അതുമാത്രമല്ല, മനുഷ്യരുടെ സംപ്രീതിക്ക് പാത്രമായി. അവർ ദൈവത്തെ സ്തുതിച്ചു, പക്ഷേ മനുഷ്യരുടെ സംപ്രീതിക്കും അവർ പാത്രമായി. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണല്ലോ അവരാഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ദിനം പ്രതി ആൾക്കാർ രക്ഷ പ്രാപിക്കുന്നു, സഭയോട് ചേരുന്നു. നമ്മുടെ ആൾക്കാർ എന്തുകൊണ്ടാണ് സഭയിലെ ആൾക്കാർ ഈ പ്രതിദിനം പോലും വർഷത്തിലൊരിക്കലെങ്കിലും കുറച്ച് പേരെങ്കിലും നമ്മുടെ സഭയിലോട്ട് വന്ന് ചേരാത്തത് എന്താ? അല്ല, നമ്മളാരെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ? എൻ്റെ അയൽവാസി അവൻ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ എൻ്റെ കർത്താവേ നീ ഇടയാക്കണമേ, അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നാം ദൈവത്തെ സ്തുതിക്കണം. മനുഷ്യരുടെ പ്രീതിക്കും നമുക്ക് ലഭിക്കും. അനുദിനം സഭയിലേക്ക് വിശ്വാസികൾ വന്ന് ചേർക്കപ്പെടും. പ്രാർത്ഥിക്കണം, വിശ്വാസം പ്രസംഗിക്കണം.
എല്ലാവരും പ്രസംഗിക്കാൻ ചിലപ്പം പ്രാപ്തരാകണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവസരം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് സാധിക്കും. അതിന് നമുക്ക് അവസരമുണ്ട്. മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് സംഭവിക്കാതിരിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കണം. റോമാലേഖനം 14-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ്. ആകയാൽ സമാധാനത്തിനും പരസ്പര ഉത്കർഷത്തിനും ഉതകുന്നവ നമുക്ക് അനുവർത്തിക്കാം. കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവരെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവൻ ദൈവത്തിന് സ്വീകാര്യനാണ്. 2, മനുഷ്യർക്ക് സുസമ്മതനുമാണ്. ദൈവത്തിന് സ്വീകാര്യനായ ആൾക്കാർ മനുഷ്യർക്ക് സുസമ്മതനായി മാറും. നമുക്ക് സമാധാനത്തിനും പരസ്പര ഉത്കർഷത്തിനും ഉതകുന്നവ നമുക്ക് അനുവർത്തിക്കാം. നമ്മൾ എന്ത് ചെയ്താലും അവിടെ സമാധാനം നിലനിൽക്കണം. അപ്പോൾ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നർത്ഥം. പരസ്പരമായ ഉത്കർഷത്തിന് ഉതകുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞ ചില മാതൃകകളും പ്രവർത്തനങ്ങളും ഒക്കെ. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാപം ചെയ്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ അപ്രീതി ഉണ്ടാകുകയും ചെയ്യും. സംഖ്യാപുസ്തകം 11:1. കർത്താവിനെ അനിഷ്ടമാകത്തക്ക വിധം ജനം പെറുപെറുത്തു. അവർ ചെയ്യുന്ന ഒരു തെറ്റ്, കർത്താവിന് ഇഷ്ടമല്ലാത്ത വിധം പെറുപെറുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പെറുപെറുപ്പ് കൂടാതെ കർത്താവെ തന്ന എല്ലാ നന്മകളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ജനങ്ങൾ പെറുപെറുത്തപ്പോൾ, അത് കേട്ടപ്പോൾ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. കോപത്തിൻ്റെ അഗ്നി പടർന്നു കത്തി. അത് പാളയത്തിൻ്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ച് കളഞ്ഞു. കർത്താവിന് അനിഷ്ടമായത് ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. യേശയ്യായുടെ പുസ്തകം 59:15 പറയുന്നു, സത്യം ഇല്ലാതായിരിക്കുന്നു. ആ നാട്ടിലെ കാര്യമാണ്, ഈ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. സത്യം ഇല്ലാതായിരിക്കുന്നു. തിന്മയെ വിട്ടകലുന്നവർ വേട്ടയാടപ്പെടുന്നു. അവിടെ നീതി ഇല്ലെന്ന് കർത്താവ് കണ്ടു. അത് അവിടുത്തെ അസന്തുഷ്ടനാക്കി. അന്ന് പറഞ്ഞ കാര്യം ഇന്ന് നമ്മുടെ നാടിനും ബാധകമാണ്. സത്യം ഇല്ലാതായിരിക്കുന്നു. ആരെങ്കിലും തെറ്റിൽ നിന്ന് വിട്ടകലുന്നെങ്കിൽ അവർ വേട്ടയാടപ്പെടുന്നു. നീതി എന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഇവിടെ ഇല്ല. അത് കർത്താവ് കണ്ടു. നീതിയില്ല. അത് അവിടുത്തെ അസന്തുഷ്ടനാക്കി. ദൈവത്തെ അസന്തുഷ്ടനാക്കിയ ഒരു കാര്യമാണ് നീതി ഇവിടെ നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളത്. വേറൊരു സംഭവം പുതിയ നിയമത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 14 വാക്യങ്ങൾ. അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവീൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. തൊട്ടനുഗ്രഹിക്കാൻ വേണ്ടി മാതാപിതാക്കന്മാരെ പിള്ളേരെ കൊണ്ടുവന്നതാണ്. യേശു കർത്താവിൻ്റെ വലിയ ജോലിയുടെ ഭാരം കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് അങ്ങനെ തോന്നിയതാ, നിങ്ങളെ കൊണ്ടുവരണ്ട, മാറി നിൽക്ക് എന്ന് പറഞ്ഞ് മാതാപിതാക്കന്മാരെ ശകാരിച്ചു. യേശു പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. കോപിച്ചു യേശു. അവരെൻ്റെ അടുത്ത് വരാൻ പറ, ഇങ്ങോട്ട് കൊണ്ടുവിട്. ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാകുന്നു. ആ വാക്യം ശ്രദ്ധിച്ചോണം. ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാകുന്നു. ഈ ശിശുക്കളെ പോലെ നൈർമല്യമായ മനസ്സ്, ഹൃദയം,
പാപത്തിൽ വീഴാതെ സ്വയം വിശുദ്ധിയിൽ സൂക്ഷിക്കുന്ന അവസ്ഥ, അതൊക്കെ ആയിരിക്കണമല്ലോ കർത്താവ് കണ്ട നല്ല ഗുണങ്ങൾ. ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാകുന്നു. വാക്യം ശ്രദ്ധിച്ചോണം. ദൈവരാജ്യം അവർക്കുള്ളതാണെന്നല്ല കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാകുന്നു. ആ സ്വഭാവ സവിശേഷതകളെയാണ് കർത്താവ് എടുത്ത് സൂചിപ്പിക്കുന്നത്. അവരെ പോലെ ഉള്ളവരുടേതാകുന്നു. നമ്മൾ പലതും വിവേചിച്ചറിയണം. കർത്താവിന് പ്രീതികരമായിട്ടുള്ളത് എന്താണെന്ന് നമ്മൾ വിവേചിച്ച് അറിയണം. അല്ല എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യുകയല്ല വേണ്ടത്. ഇത് കർത്താവിന് പ്രീതികരമാകുന്നോ എന്ന് നോക്കണം. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ലൗകിക മനുഷ്യനായതുകൊണ്ടാണ് ഈ ദൈവദാനങ്ങളൊക്കെ ഭോഷത്വമാണെന്ന് വിചാരിക്കുന്നത്. അതൊന്ന് വിവേചിച്ചറിയാനുള്ള സാധ്യത അവന് താല്പര്യവുമില്ല, അവനെ കൊണ്ട് ഗ്രഹിക്കാൻ ഒക്കുന്നില്ല. എന്നാൽ ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നവനാണ്, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഹെബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ പറയുന്നു. പാല് കുടിച്ച് ജീവിക്കുന്നവർ നീതിയുടെ വചനം വിവേചിക്കുവാൻ വൈവിധ്യമില്ലാത്തവരാണ്, എന്തെന്നാൽ അവർ ശിശുവാണ്. കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ്. അവർ തങ്ങളുടെ ശക്തി വിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ്. ഇവിടെ പാല് കുടിക്കുന്നവരും കട്ടിയുള്ള ഭക്ഷണം കഴിക്കുന്നവരും എന്നൊക്കെ പറയുന്നത്, ഈ പാല് കുടിക്കുന്നവർ ശിശുക്കളാണെന്ന് പറയുമ്പോൾ മുമ്പേ പറഞ്ഞ വാചകത്തിനെതിരായിട്ടുള്ളതല്ല. ശിശുക്കളാണെന്ന് പറഞ്ഞാൽ അവർ ദൈവികമായ വചനത്തോടനുബന്ധിച്ചുള്ള ജ്ഞാനത്തിൽ അവരങ്ങനെ വളർന്നു വന്നില്ല. അതിവിശ്വാസം അവർക്കുണ്ട്, അവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ട് മാത്രം അങ്ങ് പഠിച്ചു തീർക്കാവുന്ന ഒരു വിഷയമല്ലല്ലോ. ജീവിതാന്ത്യം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിങ്ങനെ പഠിച്ച് വലുതാകണം. എന്നൊരു ശിശുവായിട്ടങ്ങ് ഇരുന്നാൽ പോരാ. ആദ്യം കിട്ടിയ ഏതാനും വിശ്വാസത്യങ്ങൾ എന്നും എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. ചിലർ അങ്ങനെ പറയുന്നവരുണ്ട്. എനിക്കിതെല്ലാം അറിയാം, വേദവസ്തുവല്ലേ, അയ്യോ എനിക്കറിയാമല്ലോ എന്ന് പറയും. അതിൻ്റെ ഏതാണ്ടൊരു 2 പേജ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അതല്ല, അപ്പോൾ നമ്മൾ ശിശുക്കളായിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് 14-ാം വാക്യത്തിൽ പറയുന്നത്, കട്ടിയുള്ള ഭക്ഷണം അത് കഴിക്കണം, അത് പക്വത വന്നവർക്കുള്ളതാണ്. അങ്ങനെ കട്ടിയുള്ള ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിച്ചവർ അവർ തങ്ങളുടെ ശക്തി വിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ്. ഒരു കാര്യം, നമ്മുടെ ഒരു പ്രശ്നം മുന്നോട്ട് വന്നു. നന്മ തിന്മ തിരിച്ചറിയുവാൻ കഴിവ് വേണമെങ്കിൽ ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കണം. ഭക്ഷണം ദൈവവചനമാണ് ഭക്ഷണം. അത് കഴിച്ച് ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിയത്തുള്ളൂ. ആദ്യം ഒരു സ്വല്പം കേട്ടു, സൺഡേ സ്കൂളിൽ 2-ാം ക്ലാസ് വരെ പോയിട്ടുണ്ട്, അത്ര അറിവുണ്ട്, അതുകൊണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ അങ്ങ് ജീവിച്ചോളാം എന്നല്ല പറയേണ്ടത്. അങ്ങനെയുള്ള കുറച്ചറിവ് കൊണ്ട് ജീവിക്കാനല്ല കർത്താവ് പറയുന്നത്. നമ്മൾ ശക്തി പ്രാപിക്കണം. ഇനിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ അത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഞാനങ്ങ് പോയാൽ ആത്മാവിനെ അയക്കാം, അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും എന്നൊക്കെ യേശു പറഞ്ഞില്ലേ പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ സത്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തന്ന് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകും. ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. 1-2 ഉദാഹരണങ്ങളാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന. ഒന്ന്, ദാവീദ് രാജ്യത്വം പ്രാപിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനൊരു കാര്യം പിന്നീട് മനസ്സിലായി. തൻ്റെ രാജ്യത്വം കർത്താവ് ഉന്നതമാക്കിയിരിക്കുന്നുവെന്ന് ദാവീദിന് മനസ്സിലായി.
2 ശമൂവേൽ 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ടൈർ രാജാവായ ഹീരാം ദാവീദിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. മരപ്പണിക്കാരെയും കൽപ്പണിക്കാരെയും അവരോടൊപ്പം ദേവദാരുവും അവൻ അയച്ചു. അവർ രാജാവിന് കൊട്ടാരം പണിതു കൊടുത്തു. കർത്താവ് ഇസ്രയേലിൻ്റെ രാജ്യത്വം തന്നിൽ സ്ഥിരപ്പെടുത്തിയെന്നും അവിടുത്തെ ജനമായ ഇസ്രയേലിന് വേണ്ടി തൻ്റെ രാജ്യത്വം അവിടുന്ന് ഉന്നതമാക്കിയെന്നും ദാവീദ് ഗ്രഹിച്ചു. അയൽവാസിയായ രാജാവ് ഹീരാം മരപ്പണിക്കാരെ കൽപ്പണിക്കാരെ എല്ലാം കൊടുത്തെന്ന് മാത്രമല്ല, ദേവദാരും എല്ലാം ഇങ്ങോട്ടും കൊടുത്തയക്കുക. എന്നിട്ട് ദാവീദിനൊരു കൊട്ടാരം അങ്ങ് പണിത് കൊടുത്തു. അപ്പോൾ ദാവീദിനൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഈ രാജ്യത്വം ദൈവം ദൃഢപ്പെടുത്തി ഉറപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് ഈ ഗ്രഹണശക്തി ലഭിച്ചത്. വേറൊരു അനുഭവം പറയുകയാണ്. പുതിയ നിയമത്തിൽ യേശു സമറിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നൊരു കാര്യമാണ്. തന്നോട് സംസാരിക്കുന്ന യേശു വരാനിരിക്കുന്ന ക്രിസ്തുവാണെന്ന് സമറിയക്കാരി മനസ്സിലാക്കുന്നു. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ യേശു സമറിയായിൽ ഒരു കിണറിൻ്റെ കരയിലിരുന്ന് സമറിയക്കാരിയായ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് നാം വായിക്കുന്നു. വെള്ളം കോരാൻ വന്ന ആ സ്ത്രീ യേശുവിനെ തിരിച്ചറിയുന്നു. അവൾ മനസ്സിലാക്കുന്നത് യാക്കോബിനേക്കാൾ വലിയവൻ അല്ല, ഒരുപക്ഷെ ഒരു വലിയ പ്രവാചകൻ, അങ്ങനെയൊക്കെയാണ് അവൾ കരുതിയത്. അപ്പോൾ അവൾക്കൊരു സംശയമുണ്ട് ആരാധനയെക്കുറിച്ച്. ഇസ്രായേൽക്കാരും സമറിയക്കാരും ആരാധനാക്രമത്തിൽ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് അവൾക്ക് ചില സംശയങ്ങൾ യേശുവിനോട് അവൾ ചോദിച്ചു. യേശു അവളുടെ സംശയം വ്യക്തമാക്കി കൊടുത്തു. അപ്പോൾ അവൾ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും ചില കാര്യങ്ങൾക്കൊക്കെ അറിയണം. ചില കാര്യങ്ങൾ സംശയം തീരുമ്പോൾ അടുത്ത കാര്യങ്ങളിലേക്ക് അവൾ വിഷയം അങ്ങോട്ട് തിരിച്ച് അത് ചോദിക്കുകയാണ്. അല്ല, ഓടിയങ്ങ് പോവല്ല. വെള്ളം കോരാൻ വന്ന സ്ത്രീയെ വെള്ളം കോരിക്കൊണ്ട് പോവല്ല, കൂടുതൽ പഠിക്കണം അവൾക്ക്. അപ്പോൾ അവൾ ക്രിസ്തുവിനെക്കുറിച്ച് ആരാഞ്ഞു, ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ആരാഞ്ഞു. കാരണം ക്രിസ്തു വരുമ്പോൾ എല്ലാം അറിയിക്കും എന്നവർക്കെല്ലാം ഒരു ധാരണയുണ്ട്. അപ്പോൾ യേശു ഒരു പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കൊണ്ട് ഇവൻ തന്നെയാണോ ക്രിസ്തു എന്നൊരു സംശയം. അതുകൊണ്ടാണ് അവൾ ക്രിസ്തുവിനെക്കുറിച്ച് അവൻ്റെ വരവിനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 4:26 യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് നീ പറയുന്ന ആ ക്രിസ്തു. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ക്രിസ്തു ഞാനാണ്. വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചോ ആരാധനയെക്കുറിച്ചോ നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ തീർക്കുവാനുള്ള ജ്ഞാനം നാം നേടണം. അതാരിൽ നിന്നാണ്? ഗുരുക്കന്മാരിൽ നിന്നോ ആത്മീയ ആചാര്യന്മാരിൽ നിന്നോ ആത്മീയ പണ്ഡിതന്മാരിൽ നിന്നോ ഇക്കാര്യം ചോദിച്ച് മനസ്സിലാക്കുവാൻ നാം മടിക്കേണ്ടതില്ല. നാം ഈ സംഭവത്തിൽ കാണുന്നത് ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിച്ച ആ സ്ത്രീയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് ക്രിസ്തു തന്നെയാണ് എന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ആ ഭാഗ്യം അവൾക്ക് ലഭിച്ചു. സമറിയക്കാരിയ ഒരു സ്ത്രീക്ക് തൻ്റെ മുമ്പിൽ ക്രിസ്തു നിന്ന് തന്നോട് സംസാരിക്കുന്ന ആ ഒരു വലിയ അനുഭവം അവൾക്ക് ലഭിച്ചു. ഞാനാണ് എന്ന് യേശു വളരെ വ്യക്തമായി, ഞാനാണ് ക്രിസ്തു എന്ന് വളരെ വ്യക്തമായി യേശു പറയുന്നത് ഈ സമറിയക്കാരി സ്ത്രീയോടാണ്. അപ്പോസ്തലന്മാരോട് പറഞ്ഞോ നമുക്കറിയത്തില്ല. പത്രോസ് പിന്നീട് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് പറയുന്നു. അത് ഈ സമയത്തൊന്നുമല്ല, അതിനൊക്കെ ശേഷമാണ്. അപ്പോൾ ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് സമറിയക്കാരിയായ ഒരു സ്ത്രീയോടാണ്. വേറൊരു അനുഭവം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ കാണാൻ സാധിക്കും. പത്രോസിനുണ്ടായ ഒരു ദർശനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത് ജനതയിൽപ്പെട്ടവനായാലും ദൈവത്തിന് സ്വീകാര്യനാണെന്ന് പത്രോസിന് മനസ്സിലായി.
അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ വിജാതീയനായ കൊർന്നേലിയോസിനും അതുപോലെ തന്നെ അപ്പോസ്തലനായ പത്രോസിനും ഉണ്ടായ ദർശനങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. ഇത്താലിക്കെ സൈന്യവിഭാഗത്തിലെ ശതാധിപനായിരുന്ന കൊർന്നേലിയോസ് ദൈവഭയവും ഭക്തിയും ഉള്ളവനും ഉദാരമായി ദാനധർമ്മം ചെയ്യുന്നവനും നിരന്തരം പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു. രണ്ടുപേരും കണ്ടു ദർശനം. രണ്ട് ദർശനങ്ങളുടെ അർത്ഥം വിജാതീയരും സ്വീകാര്യരാണെന്നും വിജാതീയരായ വിശ്വാസികളിലേക്കും പരിശുദ്ധാത്മാവ് വരുമെന്നും രക്ഷ വിജാതീയർക്കും കൂടി ഉള്ളതാണെന്നുമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 34-35 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി, സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. നമ്മൾ സകലതും ശോധന ചെയ്യണം. കേൾക്കുന്നതെല്ലാം അങ്ങ് സ്വീകരിക്കല്ല, ഒന്ന് പരിശോധിക്കണം, ശോധന ചെയ്യണം. 1 തെസ്സലോനിക്ക 5:21 എല്ലാം പരിശോധിച്ച് നോക്കുവീൻ, നല്ലവയെ മുറുകെ പിടിക്കുവീൻ. കേൾക്കുന്ന എല്ലാം അങ്ങ് വിശ്വസിക്കരുത്, അന്ന് പരിശോധിക്കണം. നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ മുറുകെ പിടിക്കണം. 1 യോഹന്നാൻ 4:1 പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിച്ചറിയുവീൻ. നമ്മൾ പരിശോധിക്കണം, ദൈവത്തിൽ നിന്നാണോ എന്നറിയണം. എങ്ങനെ ഈ പരിശോധിക്കുന്നത്? ദൈവവചനങ്ങൾ അടിസ്ഥാനമായിട്ട് നമുക്കുണ്ട്. ഈ വചനങ്ങൾക്കനുസരിച്ചാണോ ഇപ്പോൾ പറയുന്ന ഈ കാര്യം എന്ന് നമ്മൾ പരിശോധിക്കണം. ബെറോയിലെ ആൾക്കാർ പൗലോസ് പ്രസംഗിച്ചപ്പോൾ വിശുദ്ധ ലിഖിതം അവർ പരിശോധിച്ചു. അതിൽ പറയുന്ന പോലാണോ പൗലോസ് പ്രസംഗിക്കുന്നത്? അങ്ങനെ പരിശോധിക്കണം. പരിശോധിച്ച് നമ്മൾ അത് സ്വീകരിക്കാവുന്നതാണെങ്കിൽ മാത്രമേ മുറുകെ പിടിക്കാവൂ. ബൈബിളിനെതിരായിട്ട് ആര് പറഞ്ഞാലും സ്വീകരിക്കാനും പാടില്ല. ഇനി ഞാൻ 11-ാം വാക്യത്തിലോട്ട് കടക്കുകയാണ്. 11 അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവീൻ. അന്ധകാരത്തിന് നിഷ്ഫലമായ പ്രവർത്തനങ്ങൾ, അത് നമ്മൾ പങ്കുചേരരുത്. ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉദാഹരണമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. മോവാബ് സമതലത്തിൽ വെച്ച് കർത്താവ് മോശയോട് പറഞ്ഞു. സംഖ്യാപുസ്തകം 33-ാം അധ്യായം 51-52 വാക്യങ്ങൾ. യോർദാൻ കടന്ന് കനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ തദ്ദേശവാസികളെ ഓടിച്ചു കളഞ്ഞ് അവരുടെ ശിലാവിഗ്രഹങ്ങളും ലോകപ്രതിമകളും തകർക്കുകയും പൂജാഗിരികൾ നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക. അല്ലാതെ അവരുടെ ശിലാവിഗ്രഹങ്ങൾ, ലോകപ്രതിമകൾ വില സാധനമാണല്ലോ, കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞ് ഒന്നും എടുക്കണ്ട, എല്ലാം നശിപ്പിച്ച് കളയണം. അല്ലാതെ അവരുടെ പൂജാഗിരികൾ അതും അങ്ങ് നശിപ്പിച്ചേര്. കാര്യം അവരെ നിങ്ങൾ അനുകരിക്കരുത്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റേത് ആയിരുന്നു എങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദേഷിക്കുന്നു. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തത് കൊണ്ട്. നമ്മൾ ലോകത്തിൻ്റേതല്ലെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വേണം നമ്മുടെ ജീവിതം. പക്ഷേ ലോകത്തിലെ ആൾക്കാർ ചിലപ്പോൾ നമ്മളെ ദേഷിച്ചെന്നിരിക്കും. അത് നമ്മൾ സഹിച്ചോണം. ക്രിസ്ത്യാനി എന്ന പേരിൽ വരുന്ന ഏത് പീഡകളും നമ്മൾ സഹിക്കണം. വേറൊരു സന്ദർഭം നമ്മൾ ചിന്തിക്കുന്നത് പത്രോസിൻ്റെ 1-ാമത്തെ പ്രസംഗമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-40 പത്രോസ് പറയുകയാണ്, നിങ്ങൾ പശ്ചാത്തപിക്കുവീൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവീൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷി നൽകുകയും ഈ ദൂഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവീൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു. 2 തെസ്സലോനിക്ക
3:6 പറയുന്നു, അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. പൗലോസ് പറയുന്നത്, പൗലോസ് പഠിപ്പിച്ച പാരമ്പര്യവും രീതിയും ആ രീതി തന്നെ വേണം നിങ്ങൾ ജീവിക്കുവാൻ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നാൽ ആ സഹോദരനിൽ നിന്ന് നിങ്ങളങ്ങ് ഒഴിഞ്ഞു നിൽക്കണം. അല്ലാതെ തെറ്റിലോട്ട് നിങ്ങൾ വീണു പോകരുത്. പാപകരമായ അനുകരണം ഒന്നും നമുക്ക് പാടില്ല. പുറപ്പാട് 23:2 പറയുന്നു, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത്. ഭൂരിപക്ഷത്തിൻ്റെ കൂടെ ഞാനങ്ങ് നിന്നേക്കാം എന്നൊന്നും വിചാരിക്കണ്ട. ചിലപ്പം ഭൂരിപക്ഷമല്ലായിരിക്കും സത്യം, ന്യൂനപക്ഷമാണെങ്കിലും സത്യം ഏതാണ് അതിൻ്റെ കൂടെ നിൽക്കാവൂ എന്ന് പഴയ നിയമത്തിൽ തന്നെ, പുറപ്പാട് പുസ്തകത്തിൽ തന്നെ നമ്മളോട് പറയുന്നു. വേറൊന്ന്, കൈവശമാക്കാൻ പോകുന്ന ദേശത്തെ ജനങ്ങളെ നിങ്ങൾ അനുകരിക്കരുത്. നിയമാവർത്തനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, 12-30 അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. അവരുടെ ദേവന്മാരെ അവരെങ്ങനെയാണ് സേവിച്ചത് അതുപോലെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അത് പോയി പഠിക്കുകയൊന്നും വേണ്ട, അവരെ അനുകരിക്കരുത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത്, ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇസ്രായേൽ ജനം ചുറ്റുമുള്ള ജനതകളെ അനുകരിച്ചു. 2 രാജാക്കന്മാർ 17:15 തങ്ങളുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ കൽപ്പനകളും ഉടമ്പടിയും തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ചു. അവർ വ്യാജവിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അവിശ്വസ്തരാകുകയും ചുറ്റുമുള്ള ജനതകളെ അനുകരിക്കുകയും ചെയ്തു. ഈ ജനങ്ങളെ പോലെ പ്രവർത്തിക്കരുതെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു. മറ്റുള്ളവരെ കണ്ടിട്ട് അവരെ അനുകരിച്ച് പോയി അവിശ്വസ്തരാകുക എന്നോട് പറയുന്നത് തന്നെ വിഗ്രഹാരാധനയെക്കുറിച്ചാണ്. കർത്താവ് ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഈ വിഗ്രഹാരാധന. കപട ഭക്തന്മാരിൽ നിന്നൊക്കെ നമ്മൾ വേർപ്പെടണം. റോമർ 16:17 പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുവീൻ. 2 തിമോത്തിയോസ് 3:1-5 പറയുന്നു, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ, നമ്മുടെ കാലഘട്ടമാണ്, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും, ഇപ്പോൾ അങ്ങനെയുള്ളവരുണ്ടോയെന്ന് നിങ്ങൾ നോക്കിയാൽ മതി, സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യർ ഉണ്ടാകും. അവർ ഭക്തിയുടെ ഭാഗ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. 1 കൊരിന്ത്യർ 5:13 പറയുന്നു, പുറമെയുള്ളവരെ ദൈവം വിധിച്ചുകൊള്ളും, ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ. നമ്മുടെ സഭയ്ക്കുള്ളിലുള്ളവരിൽ നിന്ന് ദുഷ്ടരെ നീക്കിക്കളയണമെന്നും പുറമെയുള്ളവരുടെ വിധി അത് ദൈവം നടത്തിക്കൊള്ളുമെന്നുമാണ് പൗലോസ് ഇവിടെ എടുത്ത് പറയുന്നത്. മത്തായി 6:7 പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിജാതിയരെ പോലെ അതിഭാഷണം ചെയ്യരുത്. അങ്ങനെ റിപ്പീറ്റീഷൻ്റെ പ്രാർത്ഥന കർത്താവ് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, അതിഭാഷണം ചെയ്തുകൊണ്ടിരിക്കരുത്. കർത്താവുമായിട്ട് അങ്ങ് ബന്ധപ്പെടണം. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയം അങ്ങ് ചേർക്കുക, അതാണ് പ്രാർത്ഥന. സ്നേഹത്തിൽ ഒന്നാകുക, ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളൊക്കെ നമ്മൾ ഉപേക്ഷിക്കാനാണല്ലോ പൗലോസ് ഈ ലേഖനത്തിൽ പറയുന്നത്. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, അവയെ കുറ്റപ്പെടുത്തുവീൻ. ഈ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നുകൂടെ നമ്മളൊന്നറിയണം. യോബ് പറയുന്നു 24:14 ദരിദ്രരെയും നിരാലംബരെയും കൊല്ലുന്നതിന് കൊലപാതകി നേരം വെളുക്കും മുമ്പ് ഉണരുന്നു, രാത്രിയിൽ അവൻ മോഷണം നടത്തുന്നു.
യോഹന്നാൻ 3:20 തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. 1 തെസ്സലോനിക്ക 5:7-8 പറയുന്നു, ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത്, മദ്യപിച്ച് ഉന്മത്തരാകുന്നവരും രാത്രിയിലാണ് ഉന്മത്തരാകുന്നത്. പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. നമ്മൾ സുബോധമുള്ളവരായിരിക്കണം, ഉന്മത്തരാകരുത് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. സുഭാഷിതങ്ങൾ 1:16 പറയുന്നു, അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് പായുന്നു, ചോര ചിന്താൻ അവർ വെമ്പൽ കൊള്ളുന്നു. സുഭാഷിതങ്ങൾ 6:16, 17, 18, 19 വാക്യങ്ങൾ. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7ാമത് ഒന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്ക രക്തം ചൊരിയുന്ന കയ്യ്, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. മിക്ക 2:1-2. കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അവ പിടിച്ചടക്കുന്നു, വീടുകൾ മോഹിക്കുന്നു, അവ സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏതൊക്കെയാണെന്ന് നമ്മളിന്ന് നോക്കുകയായിരുന്നു. മിക്ക പ്രവാചകൻ എഴുതിയിരിക്കുന്നു 7:2-3. ദൈവഭക്തരായവർ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ സത്യസന്ധരായി ആരുമില്ല. അവരെല്ലാവരും രക്തത്തിന് വേണ്ടി പതിയിരിക്കുന്നു. ഓരോരുത്തരും സഹോദരനെ കൊടുക്കുവാൻ വലവിരിക്കുന്നു. തിന്മ പ്രവർത്തിക്കാൻ അവൻ ഉത്സാഹത്തോടെ കൈനീട്ടുന്നു. രാജാവും ന്യായാധിപനും കൈക്കൂലി ആവശ്യപ്പെടുന്നു. ഉന്നതന്മാർ ദുരാഗ്രഹങ്ങൾ വെളിപ്പെടുത്തുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് അത് നെയ്തെടുക്കുന്നു. 2 തെസ്സലോനിക്ക 3:11-12 വാക്യങ്ങളിൽ പറയുന്നു, എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു. അത്തരം ആളുകളോട് കർത്താവായ യേശുവിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു, അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ. 1 തിമോത്തിയോസ് 5:13 പറയുന്നു, കൂടാതെ അവർ അലസരായി വീടുകൾ തോറും കയറി ഇറങ്ങി അങ്ങനെ നടക്കുകയാണ്. അലസരാകുക മാത്രമല്ല, അപവാദങ്ങൾ പ്രചരിപ്പിച്ചും മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ട് അനുചിതമായി സംസാരത്തിൽ മുഴുകുകയും ചെയ്യുന്നു. 1 പത്രോസ് 4:15 പറയുന്നു, നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാക്കരുത്. അന്ധകാര ശക്തി പ്രവർത്തനങ്ങളെ കുറ്റപ്പെടുത്താനാണ് പൗലോസ് ആഹ്വാനം ചെയ്യുന്നത്. 1 തിമോത്തിയോസ് 5:20 പറയുന്നു, പാപകൃത്യങ്ങളിൽ നിരന്തരം വ്യാപരിക്കുന്നവരെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശകാരിക്കുക. മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കാൻ അത് സഹായകമാകും. അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ കൂട്ടുകൂടി നിൽക്കരുത്, മാറി നിൽക്കണം എന്ന് സൂചിപ്പിക്കുന്നു. സമയം അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം ഇവിടെ തീർക്കാം. നമ്മൾ ഇന്ന് പഠിച്ചത് ധ്യാനിച്ചത് എഫെസസ് 5:10-11 വാക്യങ്ങളാണ്. ദൈവപ്രസാദം നമ്മളിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നാം മനസ്സിലാക്കി. ആ പ്രസാദത്തിൻ്റെ ലക്ഷണങ്ങളും നാം കണ്ടു. കർത്താവിന് പ്രസാദകരമായത് നാം വിവേചിച്ച് അറിയണം. കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. സകലതും ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കണം. അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നാം കണ്ടു. അതിൽ നിന്ന് നാം ഒഴിഞ്ഞു നിൽക്കുകയും അവയെ കുറ്റപ്പെടുത്തുകയും വേണം. ഇനി നമുക്ക് 150-ാമത്തെ എപ്പിസോഡ് അടുത്ത ആഴ്ച നമുക്ക് ധ്യാനിക്കാം. എഫെസസ് 5:12 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. യേശു കർത്താവിൻ വിലയേറിയ നാമത്തിൽ തന്നെ
ആമേൻ, ആമേൻ, ആമേൻ.